ഹായ്, നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേ എന്ന സീരിയലിലെ അലീനയുടെയും ശങ്കറിൻ്റെയും ഇന്നത്തെ കഥ കേട്ടാലോ? അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടിയും അലീനയും എല്ലാം കൂടി സ്നേഹകൂടാരത്തിലോട്ട് വന്ന് ചിന്നിക്കുട്ടിയെ കാണുന്നുണ്ട്. ചിന്നിക്കുട്ടിക്ക് ഉള്ള സ്വീറ്റ്സും ഫ്രോക്കെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. അതെല്ലാം അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. ചിന്നിക്കുട്ടിക്കും അവിടുത്തെ ഫ്രണ്ട്സിനും ഉള്ള എല്ലാ സ്വീറ്റ്സിനകത്തോണ്ട് എല്ലാവർക്കും കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഫ്രോക്ക് മേടിച്ചത് അളവാവോന്ന് അറിയില്ല, ഇവർക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയും. നല്ല പൊക്കമൊക്കെ വെച്ച് നല്ല കളറൊക്കെ വെച്ചെന്ന് പറയും. പിന്നെ അവളെ ഞങ്ങൾ അതുപോലെയല്ലേ ഇവിടെ നോക്കുന്നതെന്ന് പറയും. ഒരുപാട് പേര് ചിന്നിക്കുട്ടി അഡോപ്റ്റ് ചെയ്യാൻ വന്നതാന്ന് പറയും, ഞങ്ങൾ കൊടുത്തില്ല. അപ്പോഴും പറയാം, അയ്യോ ആർക്കും കൊടുക്കല്ലേ. ഗ്രേസി ആൻറ്റി പറയും, എൻ്റെ രേവതിക്കുട്ടിക്ക് ചിന്നിമോളെന്ന് വെച്ചാൽ ജീവനാന്ന് പറയും. ഞങ്ങളങ്ങനെ കൊടുക്കും, ഞങ്ങളുടെ പൊന്നും കൂടെ എന്ന് പറയും അവൾ. അങ്ങനെ ചിന്നിക്കുട്ടി കൊണ്ട് അവർ കൊണ്ടുവന്നൊരു കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ വിഷൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് രമേശൻ സാറിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. രേവതിക്കുട്ടിയുടെ അച്ഛൻ ജയപ്രസാദിനെ കാണാൻ. അവിടെ ഇവരെ കണ്ടതും ശൈലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ശൈലജ ചോദിക്കും, നിങ്ങൾ എന്തിനാ പിന്നെയും വന്നേന്ന് ചോദിക്കും. അത് ഞങ്ങൾ ഈ ജയപ്രസാദിനെ കാണാൻ വന്നേ. എന്ത് കാര്യത്തിന്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 17ആയി, ഇതുവരെ നിങ്ങളെ ആരും ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഗ്രേസി ആൻറ്റിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഗ്രേസി ആൻറ്റി പറയും, മുമ്പൊന്നും ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഇല്ലായിരുന്നു, ഇപ്പം സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്ന് കാണാൻ വന്നെന്ന് പറയും. അതല്ല ചോദിച്ചത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരേണ്ട കാര്യം എന്തുവാന്നാന്ന് പറയും. ഉടനെ നമ്മുടെ മനുഷ്യങ്കർ പറയും, കുഴപ്പമാണോടി എന്ന് രേവതിക്കുട്ടിയോട് ചോദിക്കും. ചെറിയ പ്രശ്നമുണ്ട്. അപ്പോഴത്തേക്ക് രമേശനാർ ഇറങ്ങി വന്നിട്ട് ചോദിക്കും, ഇവിടെ വരുന്നവരെയും പോകുന്നവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാന്ന് ചോദിക്കും. ഇത് എൻ്റെ പേരിലുള്ള വീടാണ്, ഇവിടെ ആര് വരണം വരണ്ടെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ്, ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലെന്ന് പറയും. ഉടനെ ശൈലജയുടെ ആങ്ങളെ ഇങ്ങോട്ട് ചോദിക്കും, എന്താ ചേച്ചി? അല്ല, ഞാൻ ആരാന്ന് ചോദിച്ചത് മൂപ്പിലാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. വീടിൻ്റെ പേരിലുള്ള അവകാശമൊക്കെ മോൻ ചത്തു കഴിയുമ്പോൾ അറിയാം ആർക്കാന്നുള്ളതെന്നൊക്കെ ശൈലജ പറയും. പെട്ടെന്ന് എല്ലാവരും അങ്ങ് ഡെസ്പാവും. അങ്ങനെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് രമേശനാരെല്ലാവരും കൂട്ടിക്കൊണ്ട് മേളിലോട്ട് വരും. അപ്പോൾ രേവതിക്കുട്ടി, ഞാൻ രേവതി മോളെ കൊണ്ട് അച്ഛനെ കാണിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ രേവതിക്കുട്ടിയെ കൊണ്ട് ചെന്ന് ജയപ്രസാദിനെ കാണിക്കും. രേവതിക്കുട്ടിയെ കണ്ടതും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ചോദിക്കും, മോൾ താമസിക്കുന്ന വീടൊക്കെ വലിയ വീടാണോ, മോൾ പഠിക്കാൻ പോകുന്നതോ എന്നൊക്കെ ചോദിക്കും. വലിയ വീടാ അച്ഛാ, ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു എന്നൊക്കെ പറയും. മോളുടെ അമ്മയോട് ഞാൻ ചെയ്തത് വലിയ ക്രൂരതയാണ്, മോൾക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അമ്മ ആത്മഹത്യ ചെയ്ത സമയത്തൊക്കെ എനിക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു, ആ കഥകളൊക്കെ അറിഞ്ഞ സമയത്ത്. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല അച്ഛാ, അച്ഛനിപ്പോൾ സുഖമില്ലായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്നും അച്ഛൻ ആലോചിക്കേണ്ട. മോളുടെ അമ്മയോടും ചെയ്ത ദുഷ്ടത്തരത്തിൻ്റെ ഫലം അച്ഛൻ ഇന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ പറയും. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി ജയപ്രസാദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രമേശൻ നായർ താരോട്ട് വന്ന് ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ശൈലജ നല്ലോണം ജയപ്രസാദിനെ നോക്കത്തില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ രമേശൻ നായർ പറയും, പിന്നെ അവൾ നോക്കും, അവൾ എങ്ങനെയെങ്കിലും എൻ്റെ മോൻ മരിക്കാൻ കാത്തിരിക്കും, എങ്കിലല്ലേ ഈ സ്വത്തെല്ലാം അവൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ചേട്ടന് അവകാശമൊന്നുമില്ലേ? എനിക്ക് എത്ര നാൾ ജീവിതമുണ്ട്, എൻ്റെ കാലശേഷം എല്ലാം അവൾക്ക് തന്നെ അല്ലേ എന്ന് ചോദിക്കും. എങ്കിൽ ഞാനൊരു ബുദ്ധി പറയാം, രേവതിക്കുട്ടി ജയപ്രസാദിൻ്റെ മകളാന്നുള്ള കാര്യം ശൈലജ അറിയിപ്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മരണശേഷം എല്ലാ സ്വത്തും അനുഭവിക്കേണ്ടത് അവളാണല്ലോ. അപ്പം ജയപ്രസാദ് ജീവിച്ചിരുന്നാലല്ലേ അവൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റൂ. ജയപ്രസാദ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം രേവതിക്കുട്ടിയുടെ പേരിലാവുമെന്ന് കരുതിയെങ്കിലും അവൾ നല്ലോണം നോക്കുമെന്ന് പറയും. മനുഷ്യങ്ങൾ പറയും, ആൻറ്റിയുടെ ബുദ്ധി ഉഗ്രനാന്ന് പറയും. അതൊന്നും പറയാൻ പറ്റത്തില്ലെന്നേ, ചിലപ്പോൾ അവൾ ഏത് രീതി പ്രതികരിക്കുമോ നമുക്ക് അറിയാൻ പറ്റത്തില്ലെന്നൊക്കെ പറയും. അപ്പം മനുഷ്യങ്കർ പറയും, എങ്കിൽ അങ്കിളിനെ നോക്കുന്നില്ലെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താലോ? പരാതിയൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ലേ വരത്തുള്ളൂ മോനെ, അവർക്ക് അനുകൂലമായിട്ട് എപ്പോഴും നിയമം നിൽക്കുന്നതെന്ന് പറയും. അലീന ചോദിക്കും, ഇവിടെ ഫുഡ് എന്തെങ്കിലുമൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിക്കും. പറയും, എനിക്കുള്ള ഫുഡൊക്കെ ഞാൻ അടുത്തൊരു കിച്ചണുണ്ട്, എനിക്ക് മോനുള്ള ഫുഡ് ഞങ്ങൾ അവിടെ ഉണ്ടാക്കും, കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും. പിന്നെ അവൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും, പിന്നെ വല്ലപ്പോഴും പുറത്തുനിന്ന് മേടിക്കും, പക്ഷേ മകന് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടമെന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി, ശരി നിങ്ങൾ വന്ന് കാണാൻ പറയും. അങ്ങനെ രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാനായിട്ട് ഇവരെല്ലാവരുടെയും അങ്ങോട്ട് മുറിയിലോട്ട് വരുമ്പം അലീനയും മനുഷ്യങ്ങളും എല്ലാം റൂമിലോട്ട് വരുന്നുണ്ട്. അപ്പം രേവതിക്കുട്ടി പറയും, ഇത് അലീന ചേച്ചി എന്നെ ഓർഫണേജിൽ നിന്ന് വളർത്തിയെന്ന് പറയും. അപ്പം പറയും, ഈ കുഞ്ഞിനെ ഈ വളർത്തിയിട്ടുള്ളവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് രേവതിക്കുട്ടിയെ കാണാൻ പറ്റിയെന്ന് പറയും. ഉടനെ നമ്മുടെ രേവതിക്കുട്ടി പറയും, അങ്ങനെ വളർത്തിയിട്ടൊന്നുമില്ല, ഞാനും ഒന്ന് തീരെ കുഞ്ഞായിരുന്നു, അപ്പം എൻ്റെ കൂടെ തന്നെ രേവതിക്കുട്ടി വളർന്നതെന്ന് പറയും. അങ്ങനെ പുള്ളി അങ്ങ് തൊഴുവാണ് രേവതിക്കുട്ടിയുടെ അച്ഛൻ. അതിനുശേഷം പറയും, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്, എൻ്റെ മോളെ ഇതുപോലെ വളർത്തിക്കൊണ്ട് വന്നില്ലായിരുന്നു എങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ്. കാരണം മനുഷ്യങ്ങനും പറയുന്നു, അങ്കിൾ വിഷമിക്കാതെ അങ്കിളെ, അങ്കിളിനിപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അങ്കിളിന് രേവതിക്കുട്ടി മകളാണെന്നറിയാനും രേവതിക്കുട്ടിക്ക് ഒരു അച്ഛനുണ്ടെന്ന് അറിയാനും ഒക്കെ സാധിച്ചല്ലോ, അതൊക്കെ ഒരു വലിയ പുണ്യമല്ലേ എന്ന് പറയും. ആന്ന് മോനെ എന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.
അതിനുശേഷം നമ്മുടെ പോയതിന് ശേഷം നമ്മുടെ ശൈലജ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഇവരാരാ എന്താണെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടി. അതിനുശേഷം നമ്മുടെ മണിശങ്കർ അലീനെ രേവതിക്കുട്ടിയുടെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ രോഹിത്ത് മദ്യപിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് കൃഷ്ണ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വരാൻ പോകുന്ന കഥകൾ. അപ്പോൾ എല്ലാവരും കഥ കേൾക്കണം, ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.